ഹായ് ഗെയ്സ്, എല്ലാവർക്കും സത്യത്തെ ഇന്നോവേറ്റീവ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ ചക്ക ഇട്ടു. അപ്പോൾ ചക്കയും ചിക്കനുമാണ് നമ്മളുടെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പിയും എൻ്റെ അമ്മയുടെയാണ്. എൻ്റെ അമ്മയുടെ എല്ലാ കുക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞപ്പൊടിയും കുരുമുളകും ചിക്കൻ മസാലയും ഉപ്പും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് അരപ്പ് പിടിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും അതുകൊണ്ട് തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെക്കുക. എന്നിട്ട് ഈ പാനകത്തോട്ട് ഈ നമ്മൾ ആ മറ്റേ അരപ്പ് പിടിക്കാൻ പറ്റിയ ചിക്കൻ നമ്മൾ വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയെടുക്കാൻ സമയം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മുക്കേണ്ട ആവശ്യമില്ല. ഒരു പരുവം നമ്മൾ ഒന്നുകൂടെ നമ്മൾ വേവിക്കും, പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഐറ്റംസ് എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ആ വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞ് വെച്ചില്ലേ, അതെല്ലാം ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, ഒരു എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മറ്റേ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ട് ഇടണം. അപ്പം അതിനുശേഷം ഈ പറഞ്ഞ കുറച്ച് ചിക്കൻ മസാല ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ഇത് കുറച്ച് ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ച് ഇത് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പരുവാകുന്ന സമയത്ത് നമ്മളൊരു തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെരുംജീരകം, കുരുമുളക്, കറുകപ്പട്ട, ഗ്രാമ്പൂവ്, കറിവേപ്പില, ഏലക്ക ഇതെല്ലാം പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫാക്കി ഇടുക. നമ്മുടെ ചിക്കൻ കറി റെഡി. എന്നിട്ട് ആറിന് ശേഷം നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഫുഡാട്ടോ ചക്കയും ചിക്കനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്.